ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യലായിട്ട് നമുക്ക് ബണ്ണ് വെച്ചിട്ടൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ഉണ്ടാക്കാനും സിമ്പിളാണ്, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയൊരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ചെറുതായിട്ടൊന്ന് നിറം മാറുന്ന രീതിക്കൊന്ന് വഴറ്റിയിട്ടെടുക്കുക. സോഫ്റ്റ് ആക്കിയിട്ടാണ് വഴറ്റേണ്ട കേട്ടോ. പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിക്കൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ആ പൊടികളിൽ നിന്നും വരുന്ന ഒരു കുത്തുന്ന സ്മെല്ലുണ്ടല്ലോ, അത് മാറുന്ന രീതിക്കാണ് കേട്ടോ വഴറ്റിയിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഈ മസാലക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സോയാ സോസിൽ ചിലതിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 മുട്ട ഞാൻ ബോയിലിംഗ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മുട്ടയ്ക്ക് പകരം നമുക്ക് ചിക്കൻ വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതും കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നെടുത്തിട്ട് ഇതുപോലെ നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. ഇതിൻ്റെ നടുവശത്തുള്ള ബണ്ണൊക്കെ എടുത്തിട്ട് മാറ്റാം. നമുക്കിവിടെ ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ളൊരു പാത്രം ആദ്യം റെഡിയാക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാലും മതി. ഇനിയിപ്പോൾ ഓരോ ബണ്ണും എടുത്തിട്ട് അതിലേക്ക് എത്രയാണോ നമുക്ക് ഫില്ലിങ് വെക്കാൻ കഴിയുന്നത് അത്രത്തോളം വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു വശത്ത് ഫുള്ളാവുന്ന രീതിക്ക് നന്നായി ടൈറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതിൽ മുഴുവനും നമുക്ക് ഫില്ലിങ് ആക്കി കൊടുക്കാം. ഫില്ലിംഗ് എല്ലാം ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ചീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. എല്ലാ വശത്തും നന്നായിട്ട് തന്നെ ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു തക്കാളിയും കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ക്യാപ്സിക്കം തന്നെ റെഡ് കളറിലുണ്ടെങ്കിൽ അത് വെച്ചെടുത്താലും മതിയാവും. അപ്പോൾ എല്ലാം ഇതേപോലെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ചീസ് ഒന്ന് മെൽറ്റാവുന്ന രീതിക്കൊന്ന് ബേക്കാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു പാനിൽ ഒരു സ്റ്റാൻഡ് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം അത് നന്നായിട്ട് തന്നെ ചൂടാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്സ് വെച്ചിട്ടുള്ള പാത്രം വെച്ചുകൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അടുപ്പിന് ഇതുപോലത്തെ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തുറന്ന് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ ആവി വന്നിട്ട് നമ്മുടെ ഈ ചീസിൻ്റെ മുകൾ വശമൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഓവനുള്ളവർക്ക് ഓവനിൽ വെച്ചാലും മതി കേട്ടോ. ഓവനിലാകുമ്പോൾ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും.
അപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബണ്ണൊക്കെ അതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണും അതേപോലെ അതിലെ മസാലയൊക്കെ വരുമ്പം ഭയങ്കര പൊള്ളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിലേക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.